ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചെക്ക് ചെയ്യുന്നതൊക്കെ ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെപ്പോൾ നിങ്ങൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നതാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. നിങ്ങളുടെ മൈൻഡ് കാമാക്കുക, നിങ്ങളുടെ ഗോൾസ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവിനെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 8 ഓഫ് വാണ്ട്സ് ആണ്. ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എല്ലാം ഒരു ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഒറ്റ കാര്യത്തിൽ നിങ്ങൾക്കൊരു മെയിൻ ഗോൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. കാരണം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും, അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്താലേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. സോ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ആക്ഷൻസ് എടുക്കുക, പ്രോപ്പർ ആക്ഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് എടുക്കുക. ആൻഡ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും അവിടെ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു ഇമോഷണൽ ബാലൻസ് ആ ഒരു ലെവലിലേക്ക് എത്തണം. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഡിസ്ട്രാക്ഷൻസ് വരും. ചില ദിവസം നമുക്ക് മൂഡുണ്ടാവും, ചില ദിവസം മൂഡുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. സോ അത് നിങ്ങൾ ഫോക്കസ്ഡ് ആക്കി ഡിസ്ട്രാക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ നിങ്ങളെ ഗോളിലേക്ക് എത്താൻ വേണ്ടി പോകണമെങ്കിൽ നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ സ്റ്റേബിളായിരിക്കണം. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ്, ക്വീനിനെ പോലെ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. ആൻഡ് എല്ലാവരോടും ഒരു കെയർ അല്ലെങ്കിൽ ആങ്കർ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇമോഷണൽ ബാലൻസ് അതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് തേർഡ് കാർഡ് എന്ന് പറയുന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് കണ്ട് പേടിക്കണ്ട. ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ കാർഡാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മെൻ്റലിയൊക്കെ ഇമോഷണലി ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾസൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്നെ പുതിയ ചേഞ്ചസ് മാറ്റങ്ങൾ അറിയാൻ സാധിക്കും. ബോട്ടം ഓഫ് ദ ഡെക്ക് മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. അതൊരു മാനിഫെസ്റ്റേഷൻ കാർഡാണ്. അതായത് നമുക്ക് പവറുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അത് റിയാലിറ്റിയിലേക്ക് വരുത്താൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള പവർ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഡിസ്ട്രാക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നതും ഇമോഷണലി ബാലൻസായി നിൽക്കുന്നതും ഇതൊക്കെ നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.